റാഗിയൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാമാണ്. നല്ല പഴുത്ത പഴം നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ പഴമൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കറുത്ത ഒരു പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കണത്. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ഈ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഈ നേന്ത്രപ്പഴവും നെയ്യും കൂടെ ഒന്ന് അതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഇത് മതി. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ്. ഇതിപ്പോൾ 125 ഗ്രാം അളവിൽ ശർക്കരയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ മണ്ണൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുക ചെയ്യണത്. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളല്ല, അല്ലെങ്കിൽ പൊടിച്ച് ചേർക്കാം. അപ്പോഴും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഇതിപ്പോൾ ഇതിലെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് റെഡി ആയിട്ട് വന്നോളും. ഇതിപ്പോൾ കണ്ടോ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ഇതൊന്ന് കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റാഗി പൊടിച്ചതാണ് ചേർക്കേണ്ടത് കേട്ടോ. ഒന്നില്ലെങ്കിൽ വീട്ടിൽ റാഗി പൊടിച്ചെടുത്തതോ റെഡിമെയ്ഡ് ആയതോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 1/2 കപ്പ് അളവിലാണ് റാഗി ഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പ് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് തന്നെ. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഒരു ശർക്കര ഉരുക്കിയതും നേന്ത്രപ്പഴത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ മതിയാവും കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു യോജിച്ചതിന് വരണം. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഇത് വറുത്ത കപ്പലണ്ടിയാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പഴം അടിച്ചെടുത്ത സെയിം മിക്സി ജാറിൽ തന്നെയാണ് പീനട്ട്സും നമ്മുടെ കപ്പലണ്ടിയും ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നല്ല ഫൈൻ പൗഡർ ആയിട്ടല്ല കേട്ടോ, ഇതുപോലെ മതിയേ. പിന്നെ ഇതിലേക്ക് ഞാൻ എള്ളാണ് ചേർക്കുന്നത്. ഇത് കറുത്ത എള്ളാണ് കേട്ടോ. കറുത്ത എള്ളാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിന് 1.5 ടീസ്പൂണോളം അളവിൽ ചേർക്കുന്നുണ്ട്. ഇത് വറുത്തെടുത്ത എള്ള തന്നെയാണ് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കാണുമ്പോഴേ കണ്ടില്ലേ നല്ല സ്റ്റിക്കി പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. എല്ലാവരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടോ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. വാഴയില നന്നായിട്ട് കഴുകി തുടച്ചാണ് എടുത്തിരിക്കണത് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കൈയൊന്ന് നനച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കിയ ഒരു മാവുണ്ടല്ലോ, ഇതിന് ചെറിയ ചൂടുണ്ട്, അത് കുഴപ്പമില്ല.
ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. ഇങ്ങനെ സ്റ്റിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കൈമുക്കാട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാക്സിമം കനം കുറച്ച് തന്നെ പരത്താട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കാം. കൈ വെള്ളത്തിൽ മുക്കാട്ടോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇതിന് ഫില്ലിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഫില്ലിങ് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ നാളികേരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുള്ളതാണല്ലോ, അത് കാരണം പിന്നെ ഞാൻ ഫില്ലിങ് വേറെ കൊടുക്കണില്ല. ഇതുപോലെ അടച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, എല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരളവ് വെച്ചിട്ട് 4 വലിയ അടയാണ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ശർക്കരയുടെ അളവ് നമ്മൾ ഉപയോഗിക്കണം പഴത്തിൻ്റെ ഒരു മധുരത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഈ ഒരു അട വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് വന്നത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ വെന്ത് വരാൻ. ഒരു 10 മിനിറ്റ് മതിയാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കൂടി തന്നെയാണത്. അപ്പോൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.